നല്ലൊരു ഒക്കേഷൻ വരുമ്പോഴൊക്കെ നമ്മുടെ വീടുകളിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം എപ്പോഴും സെർവ് ചെയ്യാറുള്ളതാണ് വട്ടയപ്പം. ഓൾറെഡി ഞാനൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് അരിപ്പൊടി ചേർന്നിട്ടുള്ളതായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അരി അരച്ചിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. വട്ടയപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്ന പച്ചരിയാണ്. പച്ചരി ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെക്കുക. നന്നായിട്ട് കുതിർത്ത ശേഷം വെള്ളം കളഞ്ഞ് വെള്ളം വാർന്ന് വെച്ചേക്കുന്നതാണ്. ഇത് 2 കപ്പ്, ഏകദേശം 400 ഗ്രാം ഉണ്ടാവും. നമുക്ക് ആദ്യം ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലേക്ക് ഈ അരി മുഴുവനായിട്ട് ഇടാം. കുറച്ച് വെള്ളം ചേർക്കാം. അര കപ്പ് വെള്ളം ചേർത്തു. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റോളം ഞാൻ അരച്ചു. നന്നായിട്ട് സ്മൂത്ത് ആയിട്ടില്ല, തരി ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് കപ്പി കാച്ചാനായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ മാവെടുക്കാം. ടേബിൾ സ്പൂൺ. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തു. ഓൺ ആക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശേഷം മാത്രം ഓൺ ആക്കുക. ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിന് കപ്പി കാച്ചുക എന്നാണ് പറയുക. ട്രഡീഷണലി അപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ കപ്പി കാച്ചിയാണ്, ചോറ് അരയ്ക്കുന്നതിന് പകരം കപ്പി കാച്ചിയാണ് ചേർക്കുക. ഇതിന് പകരം ചോറ് അരയ്ക്കാം, അല്ലെങ്കിൽ റവ കാച്ചാം, അങ്ങനെയൊക്കെയും ചെയ്യാം. ഇപ്പം നല്ലൊരു ബോയിൽ വരുമ്പം തന്നെ ഇത് തിക്കാവും. കാരണം നല്ലൊരു തിള വന്നപ്പോൾ തന്നെ അത് തിക്കായി തുടങ്ങി. ഈ ഒരു തിക്നെസ് മതി. ഈ ഒരു അയവിൽ കുറുക്കിയെടുത്തു. ഓഫ് ചെയ്യാം. ഇതിന് നന്നായിട്ട് ചൂടാറണം, അതുവരെ വെയിറ്റ് ചെയ്യാം. ഈ മിക്സർ നന്നായിട്ട് കൂളായി. നമുക്കിത് അരച്ച മിക്സറിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാം. തേങ്ങ 1/4 കപ്പ്. അതീ മൂക്കാത്ത തേങ്ങ ഉണ്ടെങ്കിൽ നല്ലതാണ്. സാധാരണ തിരുമ്മിയ തേങ്ങ ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാര, 3/4 തൊട്ട് 1 കപ്പ് വരെ ഉപയോഗിക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തു. നമ്മൾ ആദ്യം ഒരു 1/2 കപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. നല്ലതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈസ്റ്റും ഒക്കെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഏലക്കാപ്പൊടി 3/4 ടീസ്പൂൺ. ഉപ്പും ഈ കൂടെ തന്നെ ചേർക്കാറുണ്ട്. ഇപ്പോൾ 3/4 തൊട്ട് 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഒറ്റൊരടിയും കൂടെ അടിച്ചെടുക്കുക. ഒന്ന് കമ്പൈൻഡ് ആവാനായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് റെഡിയാണ്. നമുക്കിനി പൊങ്ങാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം.
ഇവിടെ വട്ടയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡിയാണ്. ഇത് നന്നായിട്ട് പൊങ്ങണം. പൊങ്ങാനായിട്ട് ഒരു 5 to 6 hours എടുക്കും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇങ്ങനത്തെ മാവുകളൊക്കെ അടച്ചു വെക്കും ഒരിക്കലും എയർടൈറ്റായിട്ട് വെക്കരുത്. ഇതേപോലെ ചുമ്മാ ഒരു പാത്രം വെച്ച് അടച്ച് മാറ്റി വെക്കാം. ഞാൻ ഒരു 5 മണിക്കൂർ മുമ്പ് ഓൾറെഡി മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നന്നായിട്ട് പൊങ്ങി, പാത്രത്തിലൊക്കെ മുട്ടുന്ന ഓരോരുത്തർ പൊങ്ങി. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയൊരു പാത്രത്തിലേക്ക് വെക്കാം, വട്ടപാത്രത്തിലേക്ക് വെക്കാം. ഇതേപോലത്തെ പാത്രമാണ് യൂസ് ചെയ്യുന്നത് സ്റ്റീം ചെയ്യാനായിട്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് നെയ്യ് അപ്ലൈ ചെയ്യുക. ഈ മാവ് കുറേശ്ശെ ഒഴിക്കും. ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം അതോടുകൂടെ തന്നെ കോരി ഒഴിക്കുക. അപ്പം എപ്പോഴും സ്പൂണിനകത്ത് തന്നെ ഇടാതിരിക്കുക, മാറ്റി വെക്കുക, പത കെട്ടുപോകാണ്ടിരിക്കാനായിട്ട്. നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് ഒരു പാത്രം വെക്കാം. സ്റ്റീമർ ഉപയോഗിക്കാം. ഇപ്പം എൻ്റെ സ്റ്റീമർ ചെറുതായതുകൊണ്ട് ഇത് കയറത്തില്ല, അതുകൊണ്ടാണ് വലിയൊരു പാത്രത്തിലേക്ക് വെക്കുന്നത്. ഇത് നമുക്കിനി അടച്ച് നന്നായിട്ട് കുക്കാന്നേരം കുക്ക് ചെയ്യാം. റൈസിൻസ് ഒക്കെ ഇടണമെങ്കിൽ വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഇടാം. ഞാൻ കുറച്ചുകൂടെ കഴിയും. ഇപ്പോഴായിട്ട് അതങ്ങ് താഴേക്ക് സിങ്ക് ആവും. അതുകൊണ്ട് മാവ് വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് റൈസിൻസ് ഒക്കെ ആഡ് ചെയ്യാം. റൈസിൻസ് ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, നിർബന്ധമില്ല. അടച്ചു വെച്ച് വയ്ക്കാം. ഇത് ചെക്ക് ചെയ്ത് നോക്കാം ആയിട്ടുണ്ടോ. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, ഇത് കുത്തി നോക്കാം. ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കുക്ക്ഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിനി പുറത്തേക്ക് മാറ്റാം. ഈ ഒരു അളവിൽ നമുക്ക് 3 എണ്ണം കിട്ടും, 3 അപ്പം കിട്ടും. മറ്റുള്ള അപ്പം കൂടി ഇതേപോലെ തന്നെ സ്റ്റീം ചെയ്തെടുക്കാം. വട്ടയപ്പയെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് കൂളാൻ വെച്ചേക്കായിരുന്നു. അപ്പോൾ ഈ അളവിൽ നമുക്കൊരു 3 വട്ടയപ്പമാണ് കിട്ടിയേക്കുന്നത്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സൈഡ്സിൽ നിന്ന് സ്പൂൺ വെച്ചിട്ട് എല്ലാം ഒന്ന് വിടിയിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാം. കണ്ടോ, ടെക്സ്ചറൊക്കെ ഉണ്ടോ? നല്ല സോഫ്റ്റ് വട്ടയപ്പമാണ്. നല്ല സോഫ്റ്റ് വട്ടയപ്പം. എൻ്റെ ടെക്സ്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. ഈ വട്ടയപ്പം ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്. ബിക്കോസ് ഇതിനകത്ത് ഏലക്കയുടെ ടേസ്റ്റും പിന്നെ ഷുഗറും ഒക്കെ ഉള്ളതുകൊണ്ട് പ്ലെയിൻ ആയിട്ട് കഴിക്കാൻ നല്ലതാണ്. കൂടാതെ നമുക്ക് ഇറച്ചി വളർത്തിയതിനോട് ഇത് എക്സലൻറ്റ് കോമ്പിനേഷനാണ്. ബീഫ് വളർത്തിയതോ അല്ല ചിക്കൻ വളർത്തിയതിനോടൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.